പോലെ സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവാദം കൊഴുക്കുകയാണ്. രണ്ട് പക്ഷവും ജയിക്കുന്നതിന് വേണ്ടി ഏത് കളിയും കളിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് പരസ്പരമുള്ള വിഴുപ്പലക്കലിലേക്ക് മാറുകയാണ് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. മുമ്പുണ്ടായ പല സംഭവങ്ങളും ഇപ്പോൾ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് താരസംഘടനയിലെ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയുള്ള വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം ജനറൽ സെക്രട്ടറിയായി മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെയുള്ള ആരോപണമാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് ഉള്ളത്. അതൊരു മെമ്മറി കാർഡിനെ ചുറ്റിപ്പറ്റിയാണ്. ആ മെമ്മറി കാർഡിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തുകൊണ്ടാണ് കുക്കു പരമേശ്വരൻ ആ മെമ്മറി കാർഡ് സൂക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. നടി പൊന്നമ്മ ബാബു ഇതേക്കുറിച്ച് കുക്കു പരമേശ്വരനെതിരെ പരസ്യമായി പ്രതികരിക്കുകയും ഉണ്ടായി. ആ മെമ്മറി കാർഡിൽ സൂപ്പർ താരങ്ങൾക്കെതിരെ പോലും തെളിവുകൾ ഉണ്ട് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ കൊഴുക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെയും ആർക്കൊക്കെതിരെയാണ് മൊഴി നൽകിയത്, ഇതേക്കുറിച്ചുമുള്ള വിവരങ്ങൾ പോലും ആ മെമ്മറി കാർഡിൽ ഉണ്ട് എന്നുള്ള കാര്യവും വിവാദമായി പുറത്തു വരികയാണ്. കുക്കു പരമേശ്വരൻ സിനിമാ മേഖലയിലെ സ്ത്രീകളെ ചതിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിവാദം ഇപ്പോഴും ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടെന്ന തരത്തിൽ പ്രചരിച്ച പേരുകൾ കേന്ദ്രീകരിച്ചും വിവാദം ഇപ്പോൾ കനക്കുകയാണ്. സിനിമാ നയം രൂപീകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് തുടക്കമാകാനിരിക്കെയാണ് മെമ്മറി കാർഡ് വിവാദവും ഉടലെടുത്തത്. ആദ്യം പൊന്നമ്മ ബാബുവിന്റെ പ്രതികരണം കേൾക്കാം. നമ്മളൊരു കൂട്ടായ്മ തുടങ്ങുവാണ്, ലേഡീസ് കൂട്ടായ്മ ആണ്. അപ്പം നമുക്ക് ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് അടുത്ത തിരുവനന്തപുരത്ത് നമ്മൾ എവിടെയൊക്കെ ഉണ്ട് അമ്മയുടെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് പല പരിപാടികളും പ്ലാൻ ചെയ്ത് തന്നു. പക്ഷേ അതന്ന് ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ 2 ക്യാമറ അപ്പുറം ഇപ്പുറം ഓണായി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ, നമ്മളത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ട നീതി വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ അവർ പാവങ്ങളായ കുറച്ച് ആൾക്കാർ അവരുടേതായ ഒരുപാട് വിഷമങ്ങൾ അവരിങ്ങനെ പറഞ്ഞു. അപ്പം അതെല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഉഷയും പ്രിയങ്കയെ കൂടി ചോദിച്ചു, എന്താണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞല്ല, നമ്മുടെ ഒരു ഇത് കാണിക്കണമല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യം അവരും കൂടെ ഒന്ന് അറിയണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതവിടെ വെച്ച് നമ്മൾ ആ കൂട്ടായ്മ നടന്നുമില്ല, പിന്നെ അതങ്ങ് വീഡിയോ ചെയ്ത് അങ്ങ് പോയി. പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞ് ഇടവേളബാബുവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി ഒരു പറച്ചിലുണ്ടായില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് ഇത് ആരുടെ കയ്യിലാണ്, ഇത് എവിടെ? പൊന്നമ്മ ബാബു പറഞ്ഞ ആ മെമ്മറി കാർഡിൽ എന്തൊക്കെ വിവരം ഉണ്ട് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് കൊഴുക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്? ആ യോഗത്തിൽ നടിമാർ പറഞ്ഞ കാര്യങ്ങൾ എന്തിന് ഷൂട്ട് ചെയ്തു, അത് പുറത്തെത്തിച്ചു. ഈ മെമ്മറി കാർഡ് ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്? കുക്കു പരമേശ്വരന്റെ കയ്യിലുണ്ടോ, അതോ മറ്റുള്ളവർക്ക് അത് കൈമാറിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ മത്സരിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വിവാദവും ഉണ്ടായിരിക്കുന്നത്. നവമി ദിനേശ് ചേരുകയാണ്. നവമി, ഒട്ടും നല്ല കാര്യങ്ങളല്ല സിനിമാ ലോകത്ത് സംഭവിക്കുന്നത്. ഇന്ന് നയരൂപീകരണത്തിന് വേണ്ടി കോൺക്ലേവ് നടക്കാൻ പോകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള വിവാദങ്ങളും വിഴുപ്പലക്കലുകളും ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈ അമ്മ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പക്ഷത്തെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണോ, അതോ ഇത്തരത്തിലുള്ള കാര്യം ശരിയാണോ? എങ്ങനെയാണ് സിനിമാ ലോകത്തുള്ളവർ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത്? മഞ്ജുഷ, നടി ഉഷ ആയിരുന്നു ആദ്യമായിട്ട് ഈ ഒരു മെമ്മറി കാർഡിനെ കുറിച്ചുള്ള പരാമർശം നടത്തിയത്. അത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നു എന്നത് അറിഞ്ഞതിന് ശേഷം നടി ഉഷ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഈ കുക്കു പരമേശ്വരൻ അത് യോഗ്യയല്ല, ഇങ്ങനെ ഒരു സ്ഥാനം വഹിക്കുവാനോ മത്സരിക്കുവാനോ യോഗ്യയല്ല. സംഘടനയിൽ തന്നെ പല സ്ത്രീകൾക്കും കുക്കു പരമേശ്വരനെതിരെ എതിർപ്പുണ്ട് എന്നൊരു പരാമർശം ആദ്യം ഉഷ നടത്തുന്നു. ഇതിന് മറുപടിയായാണ് കുക്കു പരമേശ്വരൻ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം അതിലൊരു വിശദീകരണം നൽകുന്നത്. ഈ ഉഷ പറഞ്ഞത് 2018 അതായത് മീറ്റു ആരോപണം വന്നതിന് പിന്നാലെ ഇവർ കുറച്ച് സ്ത്രീകൾ, അത് 15 അതിൽ താഴെയുള്ള സ്ത്രീകൾ മാത്രമായിരുന്നു, അവരെല്ലാവരും കൊച്ചി ഹോളിഡേ ഇന്നിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ 3 സബ് കമ്മിറ്റി, അതായത് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 പേരടങ്ങുന്ന 3 പേരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു യോഗം വിളിച്ചത്. അത് അന്തരിച്ച KPSC ലളിത, മറ്റൊന്ന് പൊന്നമ്മ ബാബു, മഞ്ജു പിള്ള, ഇവർ 3 പേരുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നു. അതിൽ സ്ത്രീകൾക്ക് സിനിമയിൽ നിന്നും ദുരനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവരുടെ തുറന്ന ഒരു വേദിയായി, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു വേദിയായി
അതിനെ കണക്കാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു യോഗം തുടങ്ങിയത്. അതിൽ ഉഷയും നടി പ്രിയങ്കയും അടക്കമുള്ള സിനിമാ താരങ്ങൾ, കുക്കു പരമേശ്വരൻ അടക്കമുള്ള വനിതാ താരങ്ങളൊക്കെ പങ്കെടുത്ത ഒരു യോഗമായിരുന്നു. ആ യോഗത്തിൽ എല്ലാവരും അവർക്ക് അനുഭവപ്പെട്ട മോശം അനുഭവങ്ങളെക്കുറിച്ചും നല്ല അനുഭവങ്ങളെക്കുറിച്ചും ചില വ്യക്തികളുടെ പേരുകൾ എടുത്തു പറഞ്ഞുമൊക്കെയായിരുന്നു അന്ന് ആ യോഗം കഴിഞ്ഞത്. ആ സമയത്ത് ആ സംഭാഷണങ്ങൾ, അവർ അവിടെ നടത്തിയ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഉഷയും പ്രിയങ്കയും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് ഇത് റെക്കോർഡ് ചെയ്തതെന്ന്. അപ്പോൾ കുക്കു പരമേശ്വരൻ, പൊന്നമ്മ ബാബു പറഞ്ഞ മറുപടി, അത് നമുക്ക് ചിലവരെയൊക്കെ ഇത് അറിയിക്കണമല്ലോ, ഇപ്പൊ അമ്മയിലടക്കം ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്, ഇത്രയും ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തതെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ആ മെമ്മറി കാർഡ് KPC ലളിതയാണ് വാങ്ങിയതെന്നാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. ഈ ഉഷയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു കുക്കു പരമേശ്വരൻ മാധ്യമങ്ങളെ കണ്ടതും ഇക്കാര്യങ്ങൾ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ കുക്കു പരമേശ്വരൻ പറയുന്നത് താൻ ആ വേദിയിൽ എത്തുമ്പോൾ പോലും ഒരു ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു മൈക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൈക്കോ ആർക്കും കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഈ യോഗം നടക്കുന്നതിന്റെ ഒരു മൂലയിൽ മാത്രമായിരുന്നു ഈ ക്യാമറ സ്ഥാപിച്ചത്. ഈ പരിപാടി കഴിഞ്ഞ ശേഷം KPC ലളിത തന്നെ ആ മെമ്മറി കാർഡ് കൈവശം വെക്കുകയും പിന്നീട് അവർ കൊണ്ടുപോവുകയും ചെയ്തു എന്ന് കുക്കു പരമേശ്വരൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം പൊന്നമ്മ ബാബു ആണ് ഈ യോഗം വിളിച്ച് കൂട്ടിയതെന്നായിരുന്നു കുക്കു പരമേശ്വരന്റെ പരാമർശം. ഇതിനെതിരെയായിരുന്നു ഇന്നലെ വൈകുന്നേരം പൊന്നമ്മ ബാബു മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അവർ പറയുന്നത് താനല്ല ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത്, ആ സബ് കമ്മിറ്റിയിൽ താൻ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് ചില വനിതാ താരങ്ങൾ, താൻ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ KPC ലളിത, താനും മഞ്ജു പിള്ളയും ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകളായി വരുന്നതിനെ ചിലർ എതിർത്തു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ മാധ്യമങ്ങൾ ഒരു വാർത്ത പോലെ വന്നതിന് ശേഷം അപ്പോൾ തന്നെ ഞങ്ങളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും, അത് ഇടവേള ബാബുവാണ് അതിന് നിർദ്ദേശം നൽകിയത്, തങ്ങളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പിന്നീട് ആ കമ്മിറ്റി പോലും ഇല്ലാതാകുകയും ചെയ്തു എന്നാണ് പൊന്നമ്മ ബാബു വെളിപ്പെടുത്തുന്നത്. ഒപ്പം ഈ കുക്കു പരമേശ്വരൻ പറയുന്നത് പോലെയല്ല, താനല്ല അവരെ ആരെയും വിളിച്ചു വരുത്തിയത്, കുക്കു പരമേശ്വരനെയാണ് വിളിച്ചു വരുത്തിയത്, എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. ഈ അമ്മ സംഘടനയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പോലും തനിക്കോ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് മാധ്യമങ്ങളെ കണ്ട് നമുക്കെതിരായിട്ടുള്ള ഈ ആക്രമണങ്ങൾക്കെതിരെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ പോലും കുക്കു പരമേശ്വരൻ പറഞ്ഞ പരാമർശം, അത് ചിലവരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴട്ടെ എന്ന രീതിയിലുള്ള പരാമർശം പോലും കുക്കു പരമേശ്വരൻ നടത്തി. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, കുക്കു പരമേശ്വരൻ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ്, അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നയാളാണ്. അപ്പോൾ ശ്വേതാ മേനോനൊപ്പം കുക്കു പരമേശ്വരനും സാരഥ്യത്തിലേക്ക് വരട്ടെ, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് കുക്കു പരമേശ്വരൻ വരട്ടെ, ഇങ്ങനെയാണല്ലോ ഈ വോട്ട് ചോദിക്കുന്നതും അവിടെ താരങ്ങളുടെയൊക്കെ പിന്തുണ, നടീനടന്മാരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കുവാനുള്ള ശ്രമം നടത്തുന്നതും. അപ്പോൾ കുക്കു പരമേശ്വരൻ ഇങ്ങനെയുള്ള ആളാണ്. ഇവൾ സിനിമാ നടിമാരുടെയും ഒക്കെ വിഷമങ്ങൾ അത് ഒരു കൂട്ടായ്മയിൽ പറഞ്ഞപ്പോൾ അത് ഷൂട്ട് ചെയ്ത് അത് ആർക്കൊക്കെ എതിരെയാണോ ഈ കാര്യങ്ങൾ പറഞ്ഞത് അവരെ അറിയിക്കുന്ന രീതിയിൽ ആ മെമ്മറി കാർഡ് ഇടവേള ബാബുവിനെ ഏൽപ്പിക്കുകയുണ്ടായി എന്ന രീതിയിലുള്ള ആരോപണമാണല്ലോ. എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ എതിരെയാണോ പരാതി പറഞ്ഞിട്ടുള്ളത് അവരുടെ കൈകളിൽ ഈ മെമ്മറി കാർഡ് എത്തിയിട്ടുണ്ട്. അത് എത്തിച്ചത് കുക്കു പരമേശ്വരനാണ്. തുറന്നു പറഞ്ഞാൽ ഇതാണല്ലോ യഥാർത്ഥത്തിൽ കുക്കുവിനെതിരെയുള്ള ആരോപണമായിട്ട് വരുന്നത്. അപ്പോൾ കുക്കു ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ, അവരുടെ ഈ അമ്മ അംഗങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങനെ മറുപടി നൽകിയിട്ടുണ്ടാവാം. പക്ഷേ ഇക്കാര്യം പൊതുസമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതായത് ഈ സ്ത്രീകളെ പറ്റിച്ചു കുക്കു പരമേശ്വരൻ, ആ രീതിയിലുള്ള പ്രചാരണമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് കുക്കു മറുപടി പറയേണ്ടതാണ്. അങ്ങനെ ഒരു മറുപടി പരസ്യമായിട്ടുണ്ടായിട്ടില്ലല്ലോ. മഞ്ജുഷ, വനിതാ താരങ്ങൾ ഉൾപ്പെടെ ഒരു വിഭാഗം ആളുകൾ എന്തുകൊണ്ടാണ് കുക്കു പരമേശ്വരനെതിരെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കാര്യമാണ് അവർ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ സിനിമാ സെറ്റുകളിൽ നേരിട്ട പ്രശ്നങ്ങൾ, ചില വ്യക്തികളുടെ പേരുകൾ പറഞ്ഞു, ഇതിന്റെ എല്ലാം അടങ്ങുന്ന മെമ്മറി കാർഡ് ഈ കുക്കു പരമേശ്വരന്റെ കൈവശമാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കുക്കു പരമേശ്വരൻ ഇത് വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇത് വെച്ച് വിലപേശുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കടക്കുമോ എന്ന ഭയമാണ് ഈ വനിതാ താരങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുക്കു
പരമേശ്വരൻ ഈ സ്ഥാനത്ത് വരാൻ അർഹതയില്ല എന്ന നിലപാടിൽ തന്നെ പൊന്നമ്മ ബാബു അടക്കം നിലകൊള്ളുന്നത്. എന്തായാലും മഞ്ജു പിള്ളയുടെ പേര് പോലും ഇവിടെ പരാമർശിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ മഞ്ജു പിള്ളയോ മറ്റാരും തന്നെ ഇതിലൊരു വിശദീകരണവുമായി രംഗത്തെത്തിയില്ല. ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ തന്നെയാണ് പൊന്നമ്മ ബാബുവും ഉഷയും പറയുന്നത്. കാരണം ഇവർ പറയുന്നുണ്ട് മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലാണ്, അത് പല ആവർത്തി ചോദിച്ചപ്പോഴും അത് ഇടവേള ബാബുവിനെ ഏൽപ്പിച്ചു, അത് സുരക്ഷിതമായി തന്നെ കയ്യിലുണ്ടെന്ന പലതരത്തിലുള്ള വാദങ്ങളാണ് കുക്കു പരമേശ്വരൻ ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ സ്ത്രീകളുടെ ഭയം എന്ന് പറയുന്നത് ഞങ്ങൾ എന്താണോ ആ വേദിയിൽ പറഞ്ഞത്, ചില ആളുകളുടെ പേരുകൾ എടുത്ത് പരാമർശിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ആരെയാണോ ഇവര് എത്തിക്കുന്നത്, ഈ പരാമർശിക്കപ്പെട്ട ആളുകളിലേക്ക് തന്നെ ഈ പേരുകൾ എത്തിക്കുമോ, അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് എത്തിക്കുമോ, തങ്ങൾക്ക് ഭാവിയിൽ അതൊരു ഭീഷണിയായി മാറുമോ, എങ്ങനെ ധൈര്യത്തിൽ നമ്മൾ സിനിമ ചെയ്യും, അല്ലെങ്കിൽ ഈ സംഘടനയിൽ തന്നെ നിലനിൽക്കും എന്നൊരു ഭയം തന്നെയാണ് ഈ ഒരു വിഭാഗം വനിതാ താരങ്ങൾ ഉന്നയിക്കുന്നത്.